അങ്ങനെ നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞ് എത്തി, നമ്മൾ ഹോട്ടലിനടുത്തെത്തി. ഇനി ആദ്യം പോയി ലഗേജൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് വല്ല ഫുഡ് കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലെത്തി. ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നു. എന്നിട്ട് ചേച്ചി ഇന്നും കൂടെയാണ് നമ്മുടെ ഡൽഹിയിലെ ലാസ്റ്റ് നൈറ്റാണ്. നാളെ നമ്മൾ വൈകുന്നേരം ആകുമ്പം തിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇവിടുത്തെ നമ്മൾ ഡൽഹി ട്രിപ്പിൽ ലാസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് ഇന്നും കൂടി ഒന്ന് പുറത്തോട്ട് കറങ്ങാൻ, അതായത് ജസ്റ്റ് നടക്കാനൊക്കെ ഇറങ്ങാമെന്നും പറഞ്ഞ് അങ്ങനെ ഇപ്പം ഇറങ്ങാണ്. എന്തായാലും പോയി നോക്കാം, ഇന്നും കൂടി ഇല്ല. അപ്പോൾ നാളെ നമ്മൾ ഈ സമയത്ത് ട്രെയിനിൽ കയറും തിരിച്ച് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകാനായിട്ട്. ഇന്ന് എന്തായാലും ഒരു ലാസ്റ്റ് നൈറ്റ് തന്നെ ഇവിടുത്തെ ഡൽഹിയിലെ ലാസ്റ്റ് ഡേ ആണല്ലോ. അപ്പം അത് കാരണം നമ്മൾ പുറത്തോട്ടിറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങും. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി, ഇവിടെ ആയിട്ട് കറങ്ങാൻ പറ്റുള്ളൂ. എന്തായാലും ഇറങ്ങി. അയ്യോ, ഓ റോഡിൽ ഒരാൾ വീണ് കിടക്കണം. എൻ്റെ അമ്മ, ഇങ്ങനെയാണോ ഒരു മനുഷ്യനെ കൊണ്ടുപോണേ? വണ്ടി ഇടിച്ചതാണോ അതോ ഫിറ്റോ? പോലീസാണോ? ഏയ് അല്ല, അല്ലേ? ആണോ? എന്തോ ഒരു മനുഷ്യൻ റോഡിൽ കിടക്കുക, എന്താണെന്ന് സംഭവം അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ കാക്കി എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയാം. നമ്മൾ ഇന്നലെ ഈ ജംഗ്ഷൻ വന്നിട്ട് അങ്ങോട്ടാണ് പോയത്. ഇന്ന് നമ്മൾ തിരിച്ച് ഈ വഴി നടന്നു നോക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ടാണ് പോയത്. ഓക്കെ, ഓപ്പോസിറ്റ് വഴി നടന്നു നോക്കാമെന്ന് വിചാരിച്ചു. എവിടെ ഇങ്ങോട്ട് എന്താണെങ്കിലും സംഭവം ഉണ്ടോ എന്ന് അറിയാമല്ലോ. പക്ഷെ നമ്മൾ ഫ്രൂട്ട്സ് അല്ല സ്വീറ്റ്സ് മേടിച്ച കട ആ സൈഡാണ്, അവിടെ പോകണം. എന്തായാലും ഇങ്ങോട്ട് നടന്നിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റും. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നല്ല സവാളയും ടൊമാറ്റോയും. പക്ഷെ ഇങ്ങോട്ടൊന്നും ഇല്ല അല്ലേ? അങ്ങോട്ട് നടത്തിയിട്ട് അവിടെ റോഡ് മാത്രമേ ഉള്ളൂ, വേറെ കടയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇന്നലെ വന്ന വഴി തന്നെ വരാം. അവിടെ പിന്നെ ഒന്നിനും കുറേ കടയെങ്കിലും ഉണ്ട്, കാണാനെങ്കിലും എന്തെങ്കിലും ഉണ്ട്. അങ്ങോട്ടൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ തിരിച്ചു തന്നെ അവിടെ. റോഡിൽ കൂടെ കുറേ നേരം കൊണ്ട് തേരാപ്പായ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് സംഭവം. പക്ഷെ നമ്മൾ വന്നെങ്കിൽ ആ റോഡിൽ കണ്ട കുറേ സംഭവങ്ങളൊക്കെ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ റോഡിൽ തിരക്കും ബഹളമൊക്കെ ഉണ്ട്. ഈ തിരക്കതെ ഉള്ള അപ്പുറത്തൊക്കെ ബ്ലോക്കാണ്, ആ റോഡൊക്കെ ബ്ലോക്കാണ്. പക്ഷേ ഇവിടെ ഈ റോഡിലൊക്കെ പിന്നെ ഹോട്ടൽ, ATM അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. വേറെ വലിയ സംഭവമൊന്നും കാണാനില്ല. നമ്മുടെ ഇന്നലെ നടന്ന ആ റോഡ് തന്നെയാണ്. രണ്ടുമല്ല കടകളുള്ളതും ഇതൊക്കെ ആ റോഡ് തന്നെയാണ്. പിന്നെ നമ്മൾ മിക്കവാറും ആ സ്വീറ്റ്സ് കടയിലോട്ട് തന്നെ കയറാനുള്ള പ്ലാനാണ്. വേറെ വലിയ സംഭവങ്ങളില്ല. പിന്നെ കൂടെയല്ലേ ഉള്ളൂ എന്ന് കരുതി ഇന്നും കൂടെ നടക്കാൻ ഇറങ്ങിയെന്നുള്ളതേ ഉള്ളൂ. നല്ല തണുപ്പുണ്ടല്ലേ. ഇതുവരെ നമ്മൾ ഇന്നലെ ഇറങ്ങിയപ്പോഴും ഇത്രയും തണുപ്പില്ല. എന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. കോട്ട് ഇട്ടേക്കണമെന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും ഭയങ്കര തണുപ്പ്. നമ്മൾ ബാക്കിൽ തന്നെ എത്തി, ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് അരിച്ചു പറഞ്ഞു. 2 നൈറ്റ് ഇരുന്നു ഓരോ സിംഗിൾ പീസ് വെച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 പേട, ഓരോ ലഡു. ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയണമല്ലോ. ഇന്നലെ 2 പരീക്ഷ ഇന്നും കൂടെ നോക്കാൻ വിചാരിച്ചു. എന്നിട്ട് തീരുമാനിക്കാം. അതും കൂടെ ഇങ്ങോട്ട് റവയാ? റവ ലഡുല്ല ഇതുണ്ടല്ലോ ഉണ്ടാ മോത്തിച്ചൂർ ലഡു എന്ന് പറയുന്നത്. ആണോ? കഴിച്ചു നോക്കാം. ഞാൻ ഫോട്ടോ എടുക്കണം, ഞാൻ പോകണം.
റവയല്ല പക്ഷെ എനിക്ക് റവ പോലെ തോന്നി. റവയല്ലേ? ഇത് കൊള്ളാം, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഇന്നലത്തെ പോലെ ഒന്നും അല്ലല്ലേ ബോളിങ്. ഈ സിൽവർ എനിക്കിതാണ് ഇഷ്ടപ്പെടുന്നത്. ഇത് കൊള്ളാല്ലേ? ഇത് കൊള്ളാം, നാട്ടിൽ കുഴപ്പമില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. നാളെ അല്ലേ വാങ്ങിക്കുന്നത്? എന്നെ വേണ്ടല്ലേ? ഇത് വാങ്ങിച്ചതിൽ തന്നെ ഏറ്റവും ഇതൊന്നും കൊണ്ട് സമയമാകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങും, നമ്മളുള്ള സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് കഴിക്കും. നല്ല പരിപാടിയാണ്. ഇന്നും കൂടെ ഉള്ളൂ, അതോടെ തീർന്നു. വീണ്ടും ഞങ്ങൾ 2 പേടയും കൂടെ വാങ്ങിച്ച് 2 സൈസ് കൊള്ളാം. ഒരെണ്ണം ഇതാരണം, ഇത് കൊള്ളാം. ഇതോ അതോ എനിക്കിതാ ഇഷ്ടപ്പെടും. ഇത് കഴിച്ചു നോക്കിയാൽ 3 ഐറ്റം സ്വീറ്റ്സിനെ വാങ്ങിച്ചു. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ 2 ഐറ്റം സ്വീറ്റ്സ്, പേടയും പിന്നെ ഹൽവയും, ഇത്രയുമാണ്. കറക്കമൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. അപ്പോൾ നമ്മൾ നാളെ തിരിച്ചു പോവാണ്. അപ്പം ഡൽഹി ട്രിപ്പിലെ ലാസ്റ്റ്, ഇപ്പം നമ്മൾ ഈ വന്ന ട്രിപ്പിലെ ലാസ്റ്റ് നൈറ്റാണിത് ഇവിടുത്തെ. നാളെ ഈ സമയം നമ്മൾ ട്രെയിനിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇന്ന് നമ്മൾ പോയ സ്ഥലങ്ങളും മാക്സിമം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറക്കവും ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെ കുറച്ച് വന്നിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. കാരണം നമ്മളിതെല്ലാം ഒന്നും അടുക്കിപ്പറക്കിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. നാളെ പോകണ്ടേ. അപ്പോൾ നാളെ ഇനിയിപ്പോൾ രാവിലെ നാളെയും കൂടി ടൂർണമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്കിനി ഇറങ്ങാനൊക്കെ ആയിട്ട്. നാളെ അല്ലാതെ വേറെ 1-2 പരിപാടികളും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സമയം എങ്ങനെയായിരിക്കും എന്ന് അറിയാത്തതുകൊണ്ട്, അതായത് ടൂർണമെൻറ്റ് നേരത്തെ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുള്ളൂ. അപ്പോൾ അത് കാരണം ഇപ്പോൾ തൽക്കാലം അത് പറയാൻ പറ്റും. നാളെ സമയവും സൗകര്യം കിട്ടുകയാണെങ്കിൽ നമ്മൾ അതും കൂടി ചെയ്യും. അപ്പം അങ്ങനെ ആകുമ്പോൾ എങ്കിൽ അത് വീഡിയോ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. നാളെ രാവിലെ എണീക്കേണ്ടതാണ്. അപ്പോൾ ടാറ്റ, നാളെ കാണാം.